നമസ്കാരം. ഇത് നമ്മുടെ കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് 2023 ജൂലൈ മാസം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ ചിലപ്പോൾ നമുക്ക് ഈ പരീക്ഷയിലും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പ്രയോജനപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്ലീസ് ലൈക്ക് ദ വീഡിയോസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ ആദ്യം 2 മാർക്കിൻ്റെ സെക്ഷനാണ്. നമ്മൾ സാധാരണ പറയുമ്പോൾ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിഫൈൻ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഡിഫൈൻ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, നമ്മൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ആ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. എന്താണ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ കോഓപ്പറേറ്റീവ് വാല്യൂസും ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആരൊക്കെ? പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എംപ്ലോയീസ് ഉണ്ട്, യൂത്ത് ഉണ്ട്, അല്ലേ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മുടെ കോഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുക കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ, ഹൂ ഈസ് ദ ഹെഡ് ഓഫ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരളം, അല്ലേ? കേരളത്തിലെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. മൂന്നാമത്തെ, എക്സ്പാൻഡ് നാഫെഡിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കുന്നുണ്ട്. നാഫെഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതാണ് നാഫെഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അടുത്ത, വാട്ട് ഈസ് ആനുവൽ ജനറൽ മീറ്റിംഗ്? ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം. മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ പലതരം മീറ്റിങ്ങുകളുണ്ടല്ലോ. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, അങ്ങനെ പലതരം ജനറൽ ബോഡി മീറ്റിങ്ങുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിങ്ങിനെയാണ് നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ വാട്ട് ആർ ദ ഒബ്ലിഗേഷൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം എന്താണ്? അവിടുത്തെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പങ്കാളികളാവുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അവിടുത്തെ ജനറൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക, ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ പറയുന്നതാണ് എന്താ പ്രധാനപ്പെട്ട ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ കോഓപ്പറേറ്റീവ് ബൈലോകൾ അറിയാലോ, നിയമാവലികൾ, ദ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ചെയ്യാവുന്നതും ചെയ്തുകൂടാത്തതുമായുള്ള കുറച്ച് എത്തിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ ആവിഷ്കാരമാണ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ബൈലോസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ക്രിഫ്കോ എന്നുള്ളതാണ്. അറിയാമല്ലോ, ക്രിഫ്കോ എന്ന് വെച്ചാൽ എന്താണ്? കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നുള്ളതാണ് ക്രിഫ്കോയുടെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ക്രിഫ്കോ എന്ന് പറയുന്നത് ഈ ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ക്രിഫ്കോ എന്ന് പറയുന്നത്. നമ്മൾ ഇഫ്കോ പഠിക്കുമല്ലോ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു കേരള വേർഷനാണ് ഈ കേരള വേർഷനല്ല, അതിൻ്റെ തരത്തിലുള്ളൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വേർഷനാണ് എന്ന് പറയുന്നത് ഈ കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അടുത്ത, നെയിം 3 ഫങ്ഷണൽ ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ്സ്. ഇത് വെച്ചിട്ട് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു GK ഒരു നോളജ് ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഈ ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ്സ് ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ഫങ്ഷണൽ കോഓപ്പറേറ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദെയർ ആർ സോ മെനി ടൈപ്പ് ഓഫ് ഫങ്ഷണൽ കോഓപ്പറേറ്റീവ്സ്. സം ഓഫ് ദം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് ഒരു ഫങ്ഷണൽ ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് ആണ്. പ്രൊഡ്യൂസർ കോഓപ്പറേറ്റീവ്സ്, വർക്കർ കോഓപ്പറേറ്റീവ്സ്. അപ്പം 3 മെയിൻ ഫങ്ഷണൽ ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന് വെച്ച് പറയുമ്പോൾ ഏതൊക്കെ പറയാം? നമുക്ക് കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് പറയാം, പ്രൊഡ്യൂസർ കോഓപ്പറേറ്റീവ്സ് പറയാം, അതേപോലെ തന്നെ വർക്കർ കോഓപ്പറേറ്റീവ്സും പറയാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ്, അതാണ് ഒരു 3 ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ വാട്ട് ഈസ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് പറയേണ്ട കാര്യം പോലും ഇല്ല. നമ്മുടെ പേപ്പറിൻ്റെ പേര് തന്നെ എന്താണ്? കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ ആ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്ത സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയത്തില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണേണ്ടതാണ്.
അതേപോലെ 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് വാംനിക്കോം? വാംനിക്കോം എന്ന് വെച്ചാൽ വൈകുണ്ഠമേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. അതാണ് വാംനിക്കോം എന്ന് പറയുന്നത് കേട്ടോ. വൈകുണ്ഠമേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. നമ്മുടെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വാംനിക്കോം ഒക്കെ പഠിക്കുന്നത് കേട്ടോ. ഇനി പറയുന്നത് സെക്ഷൻ 2 ആണ്, 2ാമത്തെ സെക്ഷനാണ്. ഈ സെക്ഷൻ 2-ൽ എന്ന് വെച്ചാൽ അറിയാമല്ലോ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ്സ്? മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് വാട്ട് ഈസ് എ ഫീച്ചേഴ്സ് ഓഫ് മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി. അതേപോലെ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ എന്തെഴുതിയാൽ മതി, അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. സർവീസ് ഓറിയൻറ്റഡ്, എന്താണ് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേഷൻ. നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിക്കുന്നതാണ് കോഓപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ 3rd സെമസ്റ്ററിലെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാം? ഈ 4th സെമസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വാട്ട് ആർ ദ ട്രെയിനിങ് പ്രോഗ്രാംസ് അണ്ടർടേക്കൺ ബൈ KSCU? KSCU എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? KSCU എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്നാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ഉണ്ട്, JDC. അപ്പോൾ JDC ആൻഡ് BM എന്നാണ് കേട്ടോ, HDC ആൻഡ് BM എന്നാണ്, ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ, അങ്ങനെ 2 കോഴ്സുകളാണ് പഠിക്കുന്നത്. ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മെൻഷൻ ദ പ്രോബ്ലംസ് ഓഫ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. അതും ഇതേപോലൊരു ട്രിക്കി ചോദ്യമാണ്. നമ്മളത് കൃത്യമായിട്ട് പഠിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഈ കോഓപ്പറേഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ആ സംഗതികളൊക്കെ മനസ്സിലാകും, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മുടെ കോഓപ്പറേറ്റീവ് മേഖലയിലുള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചില പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്താണെന്ന് ചോദിച്ചാൽ വീക്ക് എക്കണോമിക് ബേസ് ആണ്. കോഓപ്പറേറ്റീവ് മേഖലയിലുള്ള വീക്ക് എക്കണോമിക് ബേസ് ഉണ്ട്. അതേപോലെ പുവർ മെമ്പർ പാർട്ടിസിപ്പേഷൻ, ലാക്ക് ഓഫ് കോമൺ ബ്രാൻഡിങ് കേട്ടോ. നിങ്ങളത് കൃത്യമായിട്ട് കേൾക്കണം. ഏതൊക്കെയാണ്? ഒന്ന് വീക്ക് എക്കണോമിക് ബേസ്, പുവർ മെമ്പർ പാർട്ടിസിപ്പേഷൻ, ലാക്ക് ഓഫ് കോമൺ ബ്രാൻഡിങ്, അതേപോലെ ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അൺഎക്കണോമിക് ഡിമാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ ലിമിറ്റഡ് ആക്സസ് ടു മാർക്കറ്റ് ഉണ്ട്. അതേപോലെ ഇന്നാഡിക്വേറ്റ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്കൊരു 4 എണ്ണമൊക്കെ എഴുതി നിർത്താൻ കഴിയുന്നതാണ് കേട്ടോ. അതേപോലെയാണ് വാട്ട് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് NCOA അല്ലേ. അപ്പോൾ NCOAയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആ വീഡിയോ കാണുക. കൺസെപ്റ്റ് ഓഫ് കോഓപ്പറേഷൻ, വാട്ട് ഈസ് കോഓപ്പറേഷൻ എഴുതിയാൽ മതിയാവും അവിടെ കേട്ടോ. അടുത്ത 17ാമത്തെ ചോദ്യം, മെൻഷൻ ദ കൺസെപ്റ്റ് ഓഫ് കോഓപ്പറേഷൻ എന്ന് വെച്ചാൽ ആ കോഓപ്പറേഷൻ എന്താണ് എന്ന് എഴുതിയാൽ മതിയാവും. അതേപോലെ 18ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് വെച്ചാൽ എന്താണ് ഫെഡറൽ കോഓപ്പറേറ്റീവ്സ്? അപ്പോൾ നമ്മൾ ആ ടൈപ്സ് ഓഫ് കോഓപ്പറേറ്റീവ്സ് പഠിച്ച സമയത്ത് അവിടെ എന്ത് പറയുന്നുണ്ട്? ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പറയുന്നുണ്ട്. ഫെഡറൽ ആൻഡ് യൂണിറ്ററി എന്നാണ് ആ ഒരു ടൈപ്പിൻ്റെ പേര്. അപ്പം ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, യൂണിറ്ററി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഡിഫൈൻ കമ്മിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് മെൻറ്റ് ബൈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്? എന്നുവെച്ചാൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മൾ അത് ഒരു അഡീഷണൽ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വന്നൊരു ചോദ്യം പോലെ നമുക്ക് തോന്നാം. അപ്പോൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് മീൻസ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഹാവിങ് ഓൺലി പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് functioning in accordance with the provisions contained in the Kerala State Cooperative Agricultural and Rural Development Act 1984 എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ എന്ന് വെച്ചാൽ അതിൻ്റെ അംഗങ്ങളായി വരുന്നത് ആര് മാത്രമാണ്?
പ്രൈമറി കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളാണ് അതിൻ്റെ മെമ്പറായിട്ട് വരുന്നത്. എന്നിട്ടിത് പ്രവർത്തിക്കുന്നത് 1984 കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, എന്താണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് 1984 പ്രകാരം എന്ത് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതും പ്രൈമറി കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ മാത്രം എന്തായി വരുന്നതും മെമ്പേഴ്സായിട്ട് വരികയും ചെയ്യുന്ന കോഓപ്പറേറ്റീവ് ബാങ്കാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയാൻ കഴിയുക. അടുത്താണ് വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ്സ്? ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതേപോലെ മാർക്കറ്റിംഗ് ഗുഡ്സ്, അങ്ങനെ അതെല്ലാം ചെയ്യുന്ന തരം ബിസിനസ്സുകളുണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ എന്ന് നമുക്ക് പറയാൻ കഴിയും കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ബിസിനസ്സിലെ വർക്കിംഗ് മെമ്പേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് കളക്റ്റീവായിട്ട് ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമുക്കൊരു സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽബീയിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. മെമ്പേഴ്സിന് ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽബീയിങ്സ് ഉണ്ടാക്കിയെടുക്കുക, അതുവഴി അവർക്ക് സെൽഫ് റിലയൻസ്, കോ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഉള്ളൊരു ഒരു കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ്സ് എന്ന് പറയുക. അടുത്തെന്ന് പറയുന്നത് എന്താണ്, 4 മാർക്കിൻ്റെ സെക്ഷൻസ് ആണ്. 4 മാർക്കിൻ്റെ സെക്ഷൻസ് ഒരിച്ചിരിയുടെ എളുപ്പമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ എന്താണ്, ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് കോഓപ്പറേഷൻ്റെ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. അത് നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിച്ചതാണ്. റൈറ്റ് എ നോട്ട് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്. അവിടെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, ഫസ്റ്റ് മൊഡ്യൂളിലെ ചോദ്യമാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ നീഡും ഇമ്പോർട്ടൻസും ഒക്കെ അവിടെ പഠിക്കുന്നതാണ്. ഇനി റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് NCDC എന്ന് പറയുന്നുണ്ട് കേട്ടോ. NCDC എന്ന് വെച്ചാൽ എന്താണ്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയേണ്ടത്. പിന്നെ എന്താണ്, ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് NHB എന്ന് വെച്ചാൽ എന്താണ്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ് കേട്ടോ. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ്, NCHF കേട്ടോ. നാഷണൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ IFFCO എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അവിടെ നമ്മൾ എഴുതേണ്ട ഒബ്ജക്റ്റീവ്സ് ഓഫ് IFFCO ആണ്. പിന്നെ ചോദിച്ച ചോദ്യം വെച്ചാൽ വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയുടെ പവേഴ്സ് അതൊക്കെ നമുക്ക് നമ്മുടെ അല്ലാത്ത രീതിയിൽ തന്നെ എഴുതാൻ കഴിയുന്ന ഒരു ജനറൽ ചോദ്യം എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി. അപ്പം 4 മാർക്കിൻ്റെ ചോദ്യം ഏകദേശമൊക്കെ എന്താണ്, ഒത്തിരി സിമ്പിളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ 15 മാർക്കിൻ്റെ ചോദ്യമാണ്. 15 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോഴേക്കും ആദ്യത്തത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് നബാർഡ് ആൻഡ് റൂറൽ ക്രെഡിറ്റ് ഇൻ ഇന്ത്യൻ എക്കോണമിയാണ്. നബാർഡ് ചോദിച്ചിരിക്കുന്നു. നബാർഡ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 ചോദ്യത്തിൽ നബാർഡ് വന്നിട്ടില്ല, അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇത്തവണ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എലൂസിഡേറ്റ് ദ റോൾ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് കോഓപ്പറേറ്റീവ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ എക്കോണമി. അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ എഴുതണം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എഴുതണം. കോഓപ്പറേഷൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എഴുതണം എന്ന് വെച്ചാൽ അത് കുറേശ്ശെ എഴുതി പോകണം എന്നുള്ളതാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ 5th മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണത് പഠിക്കുന്നത്. അപ്പോൾ 5th മൊഡ്യൂളിൽ കുറേ നമ്മൾ അപ്പെക്സ് സൊസൈറ്റികളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നബാർഡ് ഉൾപ്പെടെ. അതേപോലെ നാഫെഡ്, IFFCO, അങ്ങനെ അതേപോലെ ക്രിഫ്കോ, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, അങ്ങനെയുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതെല്ലാം എഴുതി വെക്കണം. അതിന് കുറേശ്ശെ എഴുതിയാൽ മതിയാവും. 34ാമത്തെ ചോദ്യം വെച്ചാൽ ഡിസ്കസ് ദ കോഓപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ.
അപ്പോൾ അത് ഒരു ജനറൽ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ ഒരു ഏരിയ നമ്മൾ അവിടെ എങ്ങും പഠിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് എഴുതാൻ കഴിയുക എന്ന് വെച്ചാൽ, കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിന് ഒരു 3 ടയർ സ്ട്രക്ചറാണ് ഉള്ളത്. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിങ് ഇന്ത്യയിൽ ഒരു 3 ടയർ സ്ട്രക്ചറാണുള്ളത്. അത് പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ സർവീസസ് റൂറൽ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. അതേപോലെ ഡിസ്ട്രിക്റ്റ് ലെവലുകളിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ CCBകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ പ്രൈമറി അഗ്രികൾച്ചറൽ ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റികളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 3 നിലകളിലെയും എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ എസ്സേ അങ്ങനെ അങ്ങ് തീർക്കാൻ പറ്റും. പിന്നെ അടുത്ത 35ാമത്തെ ചോദ്യം, ഡെപ്പിക്റ്റ് ദ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ സെറ്റപ്പ് ഫോർ കോഓപ്പറേഷൻ ഇൻ ഇന്ത്യ അണ്ടർ NCUI. അപ്പോൾ NCUI ആണ് പറയേണ്ടത് കേട്ടോ. NCUIയെ കുറിച്ച് എഴുതുക. അതിൻ്റെ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ സെറ്റപ്പാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ചോദ്യമാണെന്ന് പറയാം. പക്ഷേ 2 മാർക്കിൻ്റെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് തരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ